ശബരിമലയിൽ കഴിഞ്ഞ 2 ദിവസമായി കനത്ത മഴയാണ് പെയ്യുന്നത്. പമ്പയിൽ നിന്നും തീർത്ഥാടകർ മല കയറുമ്പോൾ ഈ കനത്ത മഴ വലിയ പ്രതിബന്ധമാകുന്നുണ്ട്. തീർത്ഥാടകർക്ക് ഇപ്പോൾ ഏക ആശ്രയം മഴ കോട്ടുകളാണ്, പ്ലാസ്റ്റിക് കോട്ടുകളാണ്. ഇത് പമ്പയിൽ നിന്നും വാങ്ങിയാണ് ഈ തീർത്ഥാടകർ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു പരാതി ഉയർന്നിരിക്കുന്നത് ഈ പമ്പയിൽ ഈ പ്ലാസ്റ്റിക് കോട്ടുകൾക്ക് അമിത വില ഈടാക്കുന്നതായാണ്. നമുക്ക് ദൃശ്യത്തിൽ കാണാം, കൊച്ചു കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ വരെ ഈ പ്ലാസ്റ്റിക് കോട്ട് ധരിച്ചാണ് മഴയെ ചെറുക്കുന്നത്. മുതിർന്നവരും ഇതേ പ്ലാസ്റ്റിക് കോട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അന്യ സംസ്ഥാനത്ത് നിന്നും വരുന്ന തീർത്ഥാടകരിൽ നിന്നുൾപ്പെടെ പമ്പയിൽ ഈ മഴക്കോട്ടിന് ഉയർന്ന വില ഈടാക്കുന്നതായാണ് ഇപ്പോൾ തന്നെ പരാതി ഉയർന്നിരിക്കുന്നത്. They are charging 150 rupees at Pamba. It's very ridiculous. Very high. At our place, this is only 50 rupees. Pilgrims are suffering with the looting of these shopkeepers. Everybody is suffering with the high prices. Travancore board has to control all these things. We have kept our bag. Each bag they have charged 50 rupees. For keeping our bag at locker, they have charged us 50 rupees each. Locker charges. I asked him to give it for 100 rupees, but he doesn't give it. 150 rupees. It's very high. After using, we will dispose it. It's somewhere. At our place. At our places or after getting our train. If it is required while rain is coming, we will use it. After that, we can remove it. For that purpose, he has charged 150 rupees. ശബരിമലയിൽ വലിയ മഴയാണെങ്കിലും തീർത്ഥാടക പ്രവാഹം തന്നെയാണ് സന്നിധാനത്തേക്ക് ഉണ്ടാകുന്നത്. ദൃശ്യത്തിൽ കാണാൻ സാധിക്കും ഈ 18-ാം പടിയുടെ താഴെ അയ്യപ്പ ഭക്തരുടെ ഒരു തിരക്ക്. ഇന്ന് പുലർച്ചെ 3-ന് നട തുറന്ന് 13 മണിക്കൂർ പിന്നിട്ടപ്പോൾ 62,878 ഭക്തർ ദർശനം നടത്തിക്കഴിഞ്ഞു. തത്സമയ ബുക്കിങ്ങിലൂടെ 11,982 പേരും ദർശനം നടത്തി. കഴിഞ്ഞ 2 ദിവസം 67.8 മില്ലിമീറ്റർ മഴയാണ് സന്നിധാനത്ത് രേഖപ്പെടുത്തിയത്. സന്നിധാനത്ത് തുടർച്ചയായി മഴ പെയ്യുമ്പോൾ മഴയെ പ്രതിരോധിക്കാൻ തീർത്ഥാടകർക്ക് മഴക്കോട്ട് ഉപയോഗിക്കാതെ വേറെ മാർഗമില്ല. പക്ഷേ കച്ചവടക്കാർ ഈ മഴക്കോട്ടിന് അവസരം മുതലാക്കി വലിയ തുക ഈടാക്കുന്നതായാണ് തീർത്ഥാടകരുടെ പരാതി. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, സന്നിധാനം.